ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. 2019 കൈവിട്ട ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF കളത്തിലിറക്കിയിരിക്കുന്നത് CPM-ലെ മുതിർന്ന നേതാവും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ്. ലോക്സഭയിൽ ഇടതുപക്ഷ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കേരളത്തിലെ 20 സീറ്റുകളിലും LDF വിജയിക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. 2019 കൈവിട്ടുപോയ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി കളത്തിലിറക്കിയിരിക്കുന്നത് കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ്. മന്ത്രിയും ഒപ്പം മണ്ഡലത്തിലെ ജനകീയ മുഖവുമൊക്കെ ആയിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചരണം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ? പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളും പ്രവർത്തിക്കുന്നത്. നേരത്തെ തന്നെ ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നണിയെ സജീവമാക്കാൻ വേണ്ടി ശ്രമിച്ചു. മുന്നണിയിലെ ഓരോ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കും, മുൻകൂട്ടി തന്നെ ഒരു പ്രവർത്തനം. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ കൂട്ടായ നല്ല പ്രവർത്തനവും കാഴ്ചവെക്കുക. 20 സീറ്റിലും ഉജ്ജ്വല വിജയമുണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ പോലും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടന്ന ചർച്ചകളാവട്ടെ, അല്ലെങ്കിൽ രാജ്യസഭയിൽ നടന്ന ചർച്ചകളാവട്ടെ, അതെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. കാരണം ഒരുപാട് ജനവിരുദ്ധ നിയമങ്ങളാണ് പാസ്സാക്കുന്നത്. അതിന് എതിർപ്പുകളൊന്നുമില്ലാതെ പാസ്സാക്കാൻ കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത് എണ്ണത്തിൽ കുറവായ ഇടതുപക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ജനവിരുദ്ധ നിയമങ്ങളും ജനവിരുദ്ധ നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ, നിർബാധം മുന്നോട്ട് പോകാനുള്ള അവസരമായി. അതുകൊണ്ട് തന്നെ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും നാടിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 7.5 വർഷത്തിലധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നമ്മുടെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ, ഈ ആലത്തൂർ ജനതയ്ക്ക് മുന്നിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ആലത്തൂർ ജനതയ്ക്ക് മുമ്പ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേവലം ഒരു മണ്ഡലത്തിൻ്റെ മാത്രമായിട്ട് ചുരുങ്ങിയില്ല, നമ്മുടെ ഇന്ത്യ രാജ്യം ഇതുപോലെ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർന്നു വരുന്നത്. ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കണോ? ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തണോ? ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം നിലനിർത്തണോ? ആ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ നമ്മുടെ ഭരണഘടന പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത്രയേറെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ഒരു ഭാഗത്ത് രാജ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കിയെന്ന് പ്രചരണം പ്രചണ്ഡമായി അഴിച്ചുവിടുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് പട്ടിണി വർദ്ധിക്കുകയാണ്, ദാരിദ്ര്യം വർദ്ധിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. ജനങ്ങളുടെ ജീവിത നിലവാരം തകരുകയാണ്. അപ്പം അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ദൗത്യം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആലത്തൂരിലെ ജനങ്ങളെയും ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു ചുവടുവെക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, പാർട്ടി ഓരോ ഘട്ടത്തിലും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഞാൻ അപാരമായ കഴിവുള്ള ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കഴിവിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും പാർട്ടി പറഞ്ഞ തീരുമാനങ്ങൾ, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സംഘടനാ രംഗത്തും തിരഞ്ഞെടുക്കപ്പെട്ട വേദിയിലും എന്നാൽ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ അത് നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണ് നാളിതുവരെ ഉപയോഗിച്ചിരിക്കുന്നത്.
തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി സാർ, താങ്ക് യു. വളരെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി. അവരുടെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ വലിയ മികച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാകരൻ, ഗൂഗിൾ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.